ഈ നാടിനെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുമ്പോൾ ചെകുത്തന്മാർ ഇല്ലാത്തതുകൊണ്ടല്ല, ആ ചെകുത്തന്മാർ നേരിടാനുള്ള കഴിവുള്ള വ്യക്തികളുള്ളത് കൊണ്ട് തന്നെയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒറ്റ ഒരു ഡയലോഗ് മതി നമുക്ക് എന്താണ് ഈ ചിത്രം ഉദ്ദേശിക്കുന്ന കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നിറഞ്ഞൊരു കൈയ്യടി തന്നെയാണ്, കൈയ്യടിക്കുന്ന ഒരുപാട് സീൻസൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു വന്ന മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ ഒരു ഷോർട്ട് റിവ്യൂ ആണ്. അവ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ എന്ന് പറഞ്ഞ ചാനൽ തരുന്നത് കാണാൻ താല്പര്യമുള്ളൊന്ന് കണ്ടു നോക്കുക. ഡിജിറ്റസ് ആൻ്റണിയാണ് ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. കാശി നോക്കിയാൽ നമ്മുടെ സാക്ഷാൽ നിവിൻ പോളി, ധ്യാൻ ശ്രീനിവാസൻ, അൻസര രാജൻ, അതുപോലെ തന്നെ മഞ്ജു പിള്ളൈ, നന്ദു തുടങ്ങിയൊക്കെ പ്രധാനമായും കാസ്റ്റിംഗായി വന്നിട്ടുള്ളത്. പാട്ടുകളെല്ലാം ജാക്സ് വിജോയാണ്, ലിസ്റ്റിൻ സ്റ്റീഫനാണ് നിർമ്മാണം, മുഹമ്മദ് ഷെരീഫാണ് ഇതിൻ്റെ തിരക്കഥ. ഇത്ര എല്ലാ ഭാഗങ്ങൾ കൊണ്ട് ചിത്രം ഒരു ഓക്കെ ലെവലാണ് സമ്മാനിച്ചത്. കാരണം മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇതിലൊരു വ്യക്തിയുടെ തിരിച്ചറിവ് നമ്മൾ ആയിരിച്ചിരുന്നു. നിവിൻ എന്ന് പറയുന്ന നടൻ്റെ ഒരു ഗംഭീരമായ തിരിച്ചറിവ് തീർച്ചയായിട്ടും ഇതിലുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ സേഫ് സോൺ ആയിട്ടുള്ള ഒരു കോമഡി ട്രാക്ക് തന്നെയാണ് മലയാളി ഫ്രം ഇന്ത്യയിൽ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് ഫസ്റ്റ് ഹാഫിൽ. എങ്കിൽ പോലും അതിന് എന്താ പറയുക, ഒരു മറുപടി ആയിക്കൊണ്ട് തന്നെ, അതായത് തൻ്റേതായ ശക്തമായ രാഷ്ട്രീയം, തൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന വ്യക്തിയാണ് ഡിജിറ്റസ് ആൻ്റണി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതിന് മുൻ ചിത്രം ട്യൂനാണെങ്കിലും ഇപ്പോൾ ജനഗണമനയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചിത്രത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതേപോലെ അതേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യയിലും പറഞ്ഞു പോകുന്നുണ്ട്. ശക്തമായി തന്നെ നമ്മൾ കാണേണ്ട, ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. മതം ഏതായാലും മനുഷ്യൻ ഒന്നാണെന്നുള്ളൊരു ചിന്ത തന്നെയാണ് നമ്മൾ ഓരോ വ്യക്തിക്കും വേണ്ടത്. അപ്പോൾ മലയാളി ഫ്രം ഇന്ത്യ കണ്ടപ്പോൾ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ ഡീറ്റെയിലായി തന്നെ റിവീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടുള്ള വ്യക്തി നിങ്ങളുടെ ഇപ്പോൾ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. കാണാത്തൊരു വ്യക്തി നിങ്ങളുടെ എന്തായാലും റിവ്യൂ ഒന്ന് കണ്ടു നോക്കി അഭിപ്രായം രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ പോലെ തന്നെ നമ്മുടെ ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് പരിഗണിക്കുക. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാത്തിരിക്കുക. അതിരിക്കും. ബൈ ബൈ ഫ്രണ്ട്സ്.